എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ആക്കാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സുഖം. വീട്ടിന്റെ ബാക്ക് സൈഡിൽ നമ്മുടെ വീട്ടിന്റെ ബാക്ക് സൈഡിൽ കുമ്പളങ്ങ വള്ളിയായിട്ടുണ്ട്. അതെ, അപ്പൊ അതിൽ കുമ്പളങ്ങ ഉണ്ടാ നോക്കിട്ട് നമുക്കൊന്ന് പറിക്കാം. ഉണ്ടെങ്കിൽ പറിക്കാം അല്ലെ? നോക്കിട്ട് നല്ല കുമ്പളങ്ങ വള്ളി കൊറേ ഇവിടെ എല്ലാം ഉണ്ടായി. ചെറിയൊരു വിത്ത് ഇവിടെ നമ്മൾ എല്ലാക്കുമ്പോ ഇട്ട വിത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കുമ്പളങ്ങ ഉണ്ടോ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരുത്തേയില്ല, കുറവായിട്ട്. അപ്പൊ പോവായിരുന്നു നോക്കിയത്. അതെ, ആ സൈഡിൽ ചെറിയ കായ് ആയിട്ടുണ്ട്. അതെ, വലുതുണ്ടോ നോക്കിയാൽ നമുക്ക് ഇന്ന് കറിക്കാവോ നോക്കാ. വറവാക്കുവോന്നറിയില്ല നമുക്ക്. മത്തന്റെ ആണെങ്കിൽ കൊടി വറവാക്കൂ. അതെ, ഇത് വറവാക്കോ ഇല്ലെന്ന് അറിയില്ല. അപ്പൊ ഇറക്കാൻ അറിഞ്ഞാൽ കമന്റിൽ പറയട്ടെ അല്ലേ? അതെ അതെ, അപ്പൊ നമുക്ക് വറവാക്കല്ലോ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഉണ്ടമ്മോ ഉണ്ടാ നോക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ കാണാനേ കിട്ടില്ല. കറിക്ക് ശരിയായി നല്ലത്. കറിക്ക് ശരിയായിട്ടുണ്ട്. അടിപൊളിയായി. അതെ, എടുക്കാല്ലേ? ആദ്യത്തെ ഒളിച്ചിരുന്നിട്ടുണ്ടേ. പറിക്കാം. കത്തി വേണം. അതിന് വേദന വേണ്ട പറിക്കട്ടെ. കത്തി വേണ വള്ളിക്ക് അടിയാവും പാടില്ല. അതെ അതെ. അപ്പൊ ഈ വള്ളി ഇങ്ങനെ കേറി പോയിന് ഇടീ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് താഴോട്ട് ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒരു ദിവസം നോക്കണം. അതെ അതെ അതെ. ഇന്നലെ കുമ്മർ കിട്ടി. അപ്പൊ ഇന്ന് കുമ്പളങ്ങ. അതെ, അവിടെ ഇതിവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്തോ കടിച്ചിനിതാ. ഓ, എടുക്കാല്ലേ? നമ്മളുടെ ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടീൻ്റെ സൗണ്ട് ജാസ്തി ഉണ്ട്. അങ്ങനെ ബാക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. മൂന്നാല് കൂടിയിട്ട് നട്ടുന്നു. അതെ, അതിന് നിങ്ങളുടെ രണ്ടാളുടെ ജീവിച്ചിന്. അതെ, ഞാൻ നട്ടത് ജീവിച്ചിന്. അതെ, അമ്മ ഞാനും അമ്മയും അപ്പുറം നട്ടതല്ല. അതെ, അത് എൻ്റെ കോഴിയെല്ലാം പറിച്ച് തിന്നിട്ട് ടാറ്റ കൊടുത്തിട്ട് പോയി. ഇതിനും പിഞ്ചു കുഞ്ഞുണ്ട്, സ്ഥലം ഇല്ലാണ്ട്. അതിന് മരത്തിലേക്ക് വിട്ട് അതിൽ നോക്കുമ്പോ ഒരു പിഞ്ചായിന്. അതെ, അതിന് കവർ ചുറ്റി കൊടുത്ത അത് പോയി അല്ലേ? മഞ്ഞ കളറായി പോയത്. ചെറിയത് വലിയ വള്ളിയൊന്നും ആയിട്ടില്ലത്. പ്ലാസ്റ്റിക് ചുറ്റിയത് പാങ്ങുണ്ടല്ലേ? അത് ചുറ്റി വെച്ച അതിന് വേണ കുത്തിയാല് കേടുവന്നു പോലെ. ഇത് ഇതേമാതിരി ആവുള്ളൂ. ഇത് എന്താക്കാന്നറിയോ? ഇവിടുന്ന് മാത്രം മുറിച്ച് കളഞ്ഞിട്ട് കുറുവായിട്ടുണ്ടാവില്ല. അങ്ങനെ കട്ടാക്കിയിട്ട് പരിപ്പും ഒക്കെ ഇട്ട് സാമ്പാർ വെക്കണം. നല്ല ഉണ്ടാവും. സാമ്പാർ പൊടി ഇട്ടിട്ട് കളയാനില്ല അതില്. അതെ, കളയാനും ഇല്ല, വിത്തും ഇല്ല. നല്ല ഇളയതുണ്ട്. അതെ,
രണ്ട് പൂവും പച്ചങ്ങനായി മൊത്തം കൂടെല്ലാം കാലിയായിട്ടുണ്ട്. എല്ലാം നായി പിടിച്ച് തിന്നിട്ടായി. ഇവിടെ വരുമ്പോ രാവിലെ അടിച്ചോണ്ട് വരുമ്പോ വയറ് കത്തിട്ട് രാവിലെ കറങ്ങുണ്ടായിരുന്നു. കൊക്കന്ന് പറഞ്ഞ അങ്ങനായി. അതേ ഓർമ്മയില് കടന്നിട്ട് രാവിലെ ആകുമ്പോ അതേ ഓർമ്മ ബേജാറാക്കി. കോഴി ഉണ്ടാവുമ്പോ അത് കൊത്തിയോണ്ടുണ്ടായി എല്ലാവർക്കും. ഇവിടെ ഒരു നായിന്റെ അതൊരു ഇതുണ്ടായി, ധൈര്യം ഉണ്ടായി. ഇവിടെ ഒരു മനുഷ്യൻ വരുന്നുണ്ടായില്ല. അതെ, ഇപ്പൊ എല്ലാവർക്കും പേടിയില്ലാണ്ട് വരാനായി. നായക്ക് കൂടി പേടിക്കുള്ളൂ, അവര് കോഴിക്ക് പേടിക്കും. കോഴിനെ നോക്കിക്കൊള്ളി പറയും. അങ്ങനത്തെ കോഴിനെ പിടിച്ച് തിന്നിട്ട് ഇത് നല്ലൊരു സേവന്തിക ചെടി. ഇതിലേതാ പൂവായിട്ട് നല്ലൊരു കളറോ. അതെ, ഇത് നല്ല പാങ്ങായി. അതൊരു ചെടി വേറെ ചെടി കൊടുന്നു നട്ടാ. ഇത് നല്ല മൊഗ്ഗായിട്ടുണ്ടായി. അതുണ്ടായി മഴ ഇല്ലാതെ വെള്ളം ഒഴിക്കാണ്ട് അത് അങ്ങനെ ആയി. കുറച്ച് മണ്ണെല്ലാം ഇട്ട് കൊടുക്കണം. ഇവിടെ ഹസി ചെടി നോക്കുമോ എത്ര പാങ്ങ. നായി അവിടുന്ന് ഉരുണ്ട് വീട്ടിലിതാ ഇവിടെ വീട്ടിലുണ്ടായി. എടുത്ത് നോക്കുമ്പോൾ വേറെ പൊടിയില്ല. ഞാൻ മണ്ണിൽ കുത്തിയിട്ട് അതൊരു കയറ് കെട്ടി കൊടുത്തു. ഇതാ ഇപ്പൊ കുറച്ച് ജീവൻ വെച്ചോണ്ട് വരുന്നു. അതെ അതെ, അങ്ങനെ ഓരോന്ന് കുടിപ്പിച്ച് നോക്കുക. ഇത് ഓണത്തിന്റെ ടൈമിൽ പൂവാവൂ. അതെ അതെ, തണുപ്പ് വന്ന് മഴ ഉണ്ടായമ്മ ഇന്ന്. മഴ ഉണ്ടായില്ല, കുറവാണ്. അന്നാങ്കു തണുപ്പുണ്ടോ. നമ്മുടെ പനി സ്ഥലത്തിൽ കുറച്ച് മഴ വന്ന്. അതെ, വലിയ മഴ ഒന്നും ഇല്ല, എന്നാൽ തണുപ്പുണ്ട് അല്ലേ. തണുപ്പുണ്ട്, വെയിലില്ലല്ലേ, മോടല്ലേ. പിന്നെ വേറെ എന്തല്ല വേറെ മോൻ കുമ്പിൾ നന്നാക്കി ഇത്ര നേരം നന്നാക്കിട്ട് വെക്കണോ. അപ്പൊ ഇവരെല്ലാം കുമ്പിൾ നന്നാക്കി കൊണ്ടുണ്ട്. അപ്പൊ കുമ്പിൾ നന്നാക്കിക്കൊണ്ട് സീതം പൊടിച്ചാണ്, തുമ്പി കൊണ്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഈ കൊള്ളത്തിന്റെ ആദ്യം കുമ്പിൾ അല്ലെങ്കിൽ അതൊന്നാണ് എടുത്ത് വെച്ചുള്ളത്. നന്നാക്കുമ്പോ ടേസ്റ്റ് കളഞ്ഞു പോയി. കുമ്പിൾ ഞാൻ എപ്പ കിട്ടൂലേ, എപ്പൊക്കെ കിട്ടും, അങ്ങനൊരു സന്തോഷം. അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മോൻ പോണിണ്ടല്ലേ പണിക്ക്. അപ്പൊ അവൻ കിട്ടിയാൽ എല്ലാം കൊണ്ടുവരൂ, എല്ലാരും കൂടി നന്നാക്കും. ഇതിന്റെ ഉള്ളില് നമ്മള് മഴ വരുമ്പോ ഇതിന്റെ ഉള്ളില് മണ്ണ് കയറിണ്ടാവൂലെ. അപ്പൊ അതിന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തെങ്കില് ക്ലീൻ ആവും തന്നെ. എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവർക്കും അറിയാം. നമ്മൾ നന്നാക്കണതൊന്ന് കാണിച്ചതാ. ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ഇതിന്റെ മേലത്തത് ഇതിങ്ങനെ എടുത്താൽ മതി. നീറ്റായി അങ്ങനെ. പിന്നെ ഇതിനെ കത്തി തട്ടിക്കാൻ പാടില്ല. കത്തി തട്ടിച്ചാല് അടുത്ത കൊല്ലം ആവൂല. അങ്ങനെ അതിനെ കൊണ്ട് ഞാൻ കത്തിയൊന്നും എടുത്തിട്ടില്ല. അതിന്റെ മേലത്തെ പാങ്ങില്. പിന്നെ ഇത് പറിക്കുന്ന സ്ഥലത്തും ഇരുമ്പൊന്നും തട്ടിക്കാൻ പാടില്ല. ഇരുമ്പ് തട്ടിക്കാൻ പാടില്ല, ഇരുന്ന് തട്ടിക്കാൻ പാടില്ല. അതെല്ലാം വരുന്നതല്ലേ, ഒരു ദൈവത്തിന്റെ ഒരു ഇതുണ്ടല്ലേ അതിന്. അതിന് കത്തി കൊണ്ട് മുറിക്കാൻ പാടില്ല, ഇരുന്ന് നിറങ്ങാൻ പാടില്ല, നിറങ്ങി പരിക്കാൻ പാടില്ല. അങ്ങനെല്ലാം ഉണ്ട്. കുമ്പിളിന്റെ വലിയ ശാസ്ത്രമുണ്ട്. അപ്പൊ കുമ്പിൾ പ്രത്യേകിച്ച് ഈ അനിയൻ ഉണ്ടാക്കിയപ്പോ അവൻ വലിയൊരു പാത്രം വെച്ച് കുമ്പിളെല്ലാം ഭാര്യ ഇട്ട് പാങ്ങില് കരി വെക്കാ പറഞ്ഞിട്ട് വെച്ച്. ഇത് ഇത്ര കുമ്പിള് ഇട്ടിട്ട് ഇത്രയേ ആയിട്ടുള്ളൂ ചട്ടിയില്. അപ്പൊ ഏട്ടൻ കണ്ടിട്ട് ബലമ്പ് മോനെ എവിടെ കുമ്പിള് കരി എന്ന് പറഞ്ഞിട്ട് കയ്യിലിടുമ്പോ കുറച്ച് കരിയുണ്ട്. അപ്പൊ അവനക്ക് ദേഷ്യം വന്ന്, അല്ല മോനെ അത്ര ഞാൻ കൊടുത്തയച്ചിട്ട് നീ ആർക്ക് കൊടുത്തത് ഇത്രയാ കരി എന്ന് പറഞ്ഞിട്ട് കത്തി എടുത്തിട്ട് ഒറ്റ കൊത്തിയിട്ട് അനിയനെ കൊന്ന്. ഞാൻ പോയിട്ട് നിറച്ചും കൊണ്ടുവന്നിട്ട് ഞാൻ കറി വെക്കാണ്ടിരിക്കില്ല പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്ന്. അവൻ കൊണ്ട് വന്നിട്ട് നന്നാക്കിയിട്ട് അവൻ കരിക്ക് അടുപ്പിൽ വെച്ചിട്ട് കയ്യിലിടുമ്പോ അത്രയേ ആയി. അപ്പോ അനിയനെ കൊന്ന്. അപ്പൊ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ കുമ്പിളിന് വേണ്ടിയിട്ടല്ലേ എന്റെ അനിയനെ കൊന്നത്. കൊറേ ഇട്ടാല് കുറച്ചേ ആവൂ പറഞ്ഞിട്ട് അതേ കത്തിലാമോ
കുത്തിയിട്ട് അവനും മരിച്ച്. അങ്ങനെ ഏട്ടനും അനിയനും മരിച്ചത് ഈ കുമിളിന്റെ കഥ അറിയാണ്ട്. എത്ര കുമിള് നമ്മൾ അരിക്കുമിള് ഇട്ടാലും അത് ഒരു ഇത്രയേ ആവുള്ളൂ. അത് എന്തായി ഏതായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാത്തവർ ചോദിക്കണം. അപ്പൊ ഈ കുമിളിൽ ഇത്ര വലിയൊരു കഥ ഉണ്ടല്ലേ? അതുണ്ട്. ഏട്ടൻ്റെ അനിയന്റെ കഥ കുമിള് പറിക്കുമ്പോ അങ്ങ പറഞ്ഞോണ്ട് പറിക്കൂ. അരി കുമിള് കൊറേ നേരാവല്ലേ പറിക്കാൻ, എല്ലാരും കൂടിയിട്ട് നിറച്ചുണ്ടാവല്ലേ അങ്ങനെ. അപ്പോ അതെ, ഞാനിപ്പോ ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാനിവിടെ വന്നിട്ട്. അതെ അതെ. അപ്പൊ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.